അങ്ങനെ വിനായകൻ മാപ്പ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തന്റെ ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ വെച്ച് അയൽക്കാർക്കു നേരെ ഉടുത്ത മുണ്ടഴിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയതിന്റെ പേരിലാണ് മാപ്പ്. ഇത്തരം തരം താഴ്ന്ന വിവാദങ്ങൾ വിനായകന്റെ പേരിൽ ആദ്യമായല്ല. മദ്യത്തിന്റെ ലഹരിയിൽ പൊതുജന മധ്യത്തിൽ വെച്ച് പച്ചത്തെറി വിളിക്കുന്ന, ഓഫീസർമാരോട് കയർത്ത് മെക്കിട്ട് കയറുന്ന, ഉള്ളത് പറഞ്ഞാൽ ഒരു പൊതു ശല്യമായി മാറിയ വിനായകന്റെ പെർഫോമൻസ് ഓൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും കേരള ജനതയ്ക്ക് കാണേണ്ടി വന്നു. സിനിമകളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന വിനായകൻ പക്ഷേ പൊതുജീവിതത്തിൽ അറപ്പുളവാക്കുന്ന തരം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വിനായകൻ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെ കാണുമ്പോൾ കയ്യടിക്കാനാണ് തോന്നുന്നതെങ്കിൽ സമൂഹ മധ്യത്തിൽ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരം കാണുമ്പോൾ വെറുപ്പാണ് തോന്നുന്നത്. ഇത്തരം അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു വിനായകനെ വളർത്തിയത് കേരളത്തിലെ പുരോഗമനവാദികൾ എന്ന് സ്വയം നടിക്കുന്ന ചില ഇത്തിൽ കണ്ണികളാണെന്ന് ഞാൻ പറയും. കാരണം വിനായകന്റെ നാവിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന അധമ വാക്കുകളും പ്രവൃത്തികളും ഏറ്റുപിടിച്ച് വിനായകന്റെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നം എന്ന വിക്ടിം കാർഡ് ഇറക്കിയത് അവരായിരുന്നു. വിനായകന്റെ കറുപ്പ് നിറമാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് അലറിയത് അവരായിരുന്നു. കറുപ്പോ വെളുപ്പോ എന്നതല്ല, കയ്യിലിരിപ്പാണ് പ്രധാനം എന്നത് മനസ്സിലാക്കാതെ യഥാർത്ഥ വസ്തുതയെ മറച്ചു വെച്ച് ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ ജനങ്ങളെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വിനായകന്റെ ഉള്ളിലെ ധാർഷ്ട്യം വളരുകയായിരുന്നു. ജാതിയും നിറവും രാഷ്ട്രീയവും മാത്രം നോക്കി പ്രതികരിക്കുകയും പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന അത്തരം കൂപമണ്ഡൂകങ്ങളാണ് ഇത്തരം ഒരു വിനായകന്റെ സൃഷ്ടിക്ക് വെള്ളവും വളവും ഏകിയത്. ഇനി വിനായകനോട് പറയാനുള്ളത്, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും രണ്ടും തിരിച്ചെടുക്കാനാവില്ല. അത് താങ്കൾ ഓർത്തിരിക്കുക. ഇനിയും ഇതുപോലുള്ള പ്രവൃത്തികൾ തുടർന്നാൽ സിനിമയിലെ താങ്കളുടെ പ്രകടനത്തിന് കൈയടിച്ചവർ തന്നെ താങ്കളുടെ കരണത്തടിക്കും. മാപ്പ് എന്ന രണ്ടക്ഷരം ഉരുവിടാൻ ആർക്കും സാധിക്കും. അത് ഇനിയൊരിക്കലും ആവർത്തിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇനിയെങ്കിലും വിനായകൻ എന്ന് കേൾക്കുമ്പോൾ താങ്കളുടെ സിനിമകളിലെ പ്രകടനം മാത്രം ഓർമ്മയിലെത്തട്ടെ. അതിനുവേണ്ടി ഈ പുഴുക്കുത്ത് ജീവിതം മാറ്റിവെച്ച് ആർക്കും ഒരു ശല്യമാകാതെ വീണ്ടും നല്ലൊരു ജീവിതം ജീവിക്കാൻ സാധിക്കട്ടെ. ലോകോത്തര മാതൃകാ പുരുഷനായി തീരണം എന്നല്ല, അല്പമെങ്കിലും മാനവും ഉളുപ്പും കാത്തു സൂക്ഷിക്കണമെന്നേ പറയുന്നുള്ളൂ.